ഹലോ. അപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശനമായ തീരുമാനമാണ് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് കേരളത്തിലുള്ളവർക്ക് വലിയ പാടാണ്, ഞാനത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മരുന്നിന്റെ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ പനിക്കും ജലദോഷത്തിനും ഒക്കെ ഡോക്ടറെ പോയി കണ്ട് കുറിപ്പടി മേടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നിയമങ്ങളും നടപടികളും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് ചിന്തിക്കുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ നല്ല സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. സെൽഫായിട്ട് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര അപകടം ചെയ്യും. കാര്യം കോമ്പിനേഷൻ ചുമ മരുന്നുകളൊക്കെ ഭയങ്കര അപകടകാരികളാണ്. അതൊക്കെ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ആരോഗ്യസ്ഥിതിയെ വളരെയധികം ബാധിക്കും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതെ നോക്കുക. തണുത്ത പദാർത്ഥങ്ങളൊന്നും കൊടുക്കരുത്. തിളപ്പിച്ച ചൂടുവെള്ളം മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണ പദാർത്ഥവും വെള്ളമൊക്കെ മേടിച്ച് കൊടുക്കാൻ പാടില്ല. മാക്സിമം അതൊക്കെ ഒഴിവാക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോകുകയാണെങ്കിൽ നമ്മൾ അവർക്കുള്ള ഭക്ഷണം പ്രത്യേകം കരുതുക. അപ്പൊ അവർക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. സ്കൂളിൽ ചെറിയ ചൂടോ പനിയോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് വിടരുത്. ഓക്കെ.